iFlow Honey Magic Oven powered by Tasty Nibblesലേക്ക് സ്വാഗതം. മാജിക് അവനിൽ നമ്മൾ ഒരുപാട് നാടൻ വിഭവങ്ങളാണ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കൂടുതൽ കാണാൻ ഇഷ്ടം നാടൻ വിഭവങ്ങളാണ്, പരീക്ഷിക്കാനും. കാര്യം നമ്മളുടെ വീടുകളിലെല്ലാം തന്നെ നാടൻ വിഭവങ്ങളല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ തയ്യാറാക്കുന്നതും കഴിക്കുന്നതും. അതേസമയം വ്യത്യസ്തമായ വിഭവങ്ങൾ പരീക്ഷിക്കാനും ഇഷ്ടമാണ്, ഇഷ്ടമല്ല എന്നല്ല. കുറച്ച് വ്യത്യസ്തമായ പുഡിങ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സ്വീറ്റ്സ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പേസ്ട്രീസ് എല്ലാം. എങ്കിലും സാധാരണക്കാരായ നമ്മൾക്ക് എല്ലാവർക്കും വീടുകളിൽ എപ്പോഴും വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളും എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളും നാടൻ തന്നെയാണ്. അപ്പോൾ ഇന്നും നമ്മൾ കറങ്ങി തിരിഞ്ഞൊരു നാടൻ വിഭവത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇത് കുറച്ച് ദിവസമായി നമ്മൾ കോഴി കൊണ്ടൊരു വിഭവം തയ്യാറാക്കിയിട്ട്. അപ്പോൾ ചിക്കൻ ആയിക്കോട്ടെ ഇന്നത്തെ ആദ്യത്തെ വിഭവം. അപ്പോൾ ചിക്കൻ കൊണ്ട് എന്താണ് തയ്യാറാക്കാൻ പോകുന്നത്? എത്ര വിഭവങ്ങൾ നമ്മൾ ചിക്കൻ കൊണ്ട് തയ്യാറാക്കി കഴിഞ്ഞു മാജിക് അവനിലൂടെ. എങ്കിലും ഇത് ഒരിക്കലും എന്താ പറയുക, തീരാത്തൊരു കലവറയാണെന്ന് തന്നെ പറയാം. ഈ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഭവങ്ങളില്ലേ നമുക്ക് ചുറ്റും. നമ്മളൊന്ന് ആലോചിച്ചാൽ മാത്രമേ നമുക്ക് പുതിയ വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പല ഐഡിയാസിലൂടെയാണ് അല്ലെങ്കിൽ പല ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അത് നമ്മളിങ്ങനെ കോമ്പിനേഷൻസ്, അതായത് പലതരം ചേരുവകൾ മാറ്റിയും മറിച്ചുമൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നല്ല വിഭവങ്ങളായി അത് മാറുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു നാടൻ വിഭവത്തിലേക്ക് എത്തുന്നു. ഇത് നമ്മൾ കോഴി കൊണ്ട് ഒരു പീര ഉണ്ടാക്കാൻ പോവാണ്, കോഴിപ്പീര. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും? ഈ പീര എന്ന് പറയുന്ന കോഴിപ്പീരയ്ക്ക് അതിനകത്ത് തേങ്ങയുടെ ഉപയോഗം ഉണ്ടാകുമെന്ന് മനസ്സിലായല്ലോ. പീര എന്ന് പറയുമ്പോൾ തേങ്ങാപ്പീരയാണ്. അപ്പോൾ ഈ കോഴിപ്പീര എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോഴി ഒരു ഇടത്തരം 25 കഷ്ണങ്ങളായി മുറിച്ചത്, എണ്ണ 2 ടേബിൾ സ്പൂൺ, കുരുമുളക് ചതച്ചത് 1 ടീസ്പൂൺ, പട്ട 2 കഷ്ണം, ഗ്രാമ്പൂ 4 എണ്ണം, ഏലക്ക 5-6, വയണയില 1 എണ്ണം, ജാതിപത്രി 1/4 ടീസ്പൂൺ, നല്ല ജീരകം 1/2 ടീസ്പൂൺ, രമ്പയില 1 എണ്ണം, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, രണ്ടായിട്ട് പിളർന്നത് 6 എണ്ണം, തേങ്ങ ചിരകിയത് 2 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം, ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് 3 വലുത്, പെരിഞ്ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, സവാള 3 വലുത് നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. അപ്പോൾ നമ്മൾക്കിനി നമ്മളുടെ കോഴിപ്പീര തയ്യാറാക്കി തുടങ്ങാം. അടുപ്പ് കത്തിച്ചിട്ട് ചൂടുകട്ടിയുള്ളൊരു പാത്രം, എന്നിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ. ഇതൊരു നാടൻ വിഭവമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ പാകം ചെയ്യാം. വെളിച്ചെണ്ണയുടെ സ്വാദൊന്നും വേറെ തന്നെയാണ്. എന്തു പറഞ്ഞാലും ഏത് കാര്യം നമ്മൾ നാടൻ കാര്യങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ അതിനൊരു പ്രത്യേക രുചിയും മണവും. ഇപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ചൂടാകുമ്പോൾ തന്നെ നല്ലൊരു മണം. ഒരു 2 ടേബിൾ സ്പൂൺ അത്രയൊക്കെ മതിയാക്കും. ആദ്യം നമ്മൾ 2-3 കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ, അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെന്താ വയണയില, പിന്നെ രമ്പയില. രമ്പ എന്ന് പറഞ്ഞൊരു ഇലയില്ലേ, പച്ച നിറത്തില്ലേ, ബിരിയാണിയിലൊക്കെയാണ് അത് കൂടുതലായിട്ട് ഇടുന്നത്. അങ്ങനെ ഒരു ഇല. ഇത് നമ്മുടെ വയണയില. ബേ ലീഫ്, ഇത് ഉണങ്ങിയത്. അത് നമുക്ക് കഷ്ണമായിട്ട് മുറിക്കാം. ഇത് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റുകയും ചെയ്യാം. ഒരു കറി ഫൈനലായി കഴിഞ്ഞാൽ അതിങ്ങനെ പൊങ്ങി കിടക്കുകയാണെങ്കിൽ എല്ലാം എടുത്ത് മാറ്റാമല്ലോ. വയണയില ആദ്യം ഇട്ടു. ഇനി ഒരു 4-5 ഗ്രാമ്പു, നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ ആകാം, പിന്നെന്താ കുരുമുളക് ഒന്ന് ചതച്ചത് 1 ടീസ്പൂൺ, ഏലക്ക ഒരു 3-4-5, പിന്നെ പട്ട 2 കഷ്ണം, ജാതിപത്രി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ജാതിക്കയുടെ മുകളിലിരിക്കുന്ന ഭാഗം, അതിൽ നിന്ന് കുറച്ച്, ഒരുപാട് വേണമെന്നില്ല, ഒരു 1/4 ടീസ്പൂൺ. ഇനി ഒരു മണത്തിന് വേണ്ടി ജാതിപത്രിയുടെ. ഇത്രയും കാര്യങ്ങൾ. ഇതെല്ലാം ഇങ്ങനെ മൂത്ത് നല്ലൊരു മസാല ഫ്ലേവർ ഇങ്ങനെ വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് രമ്പ ഇല ചെറുതായി അരിഞ്ഞ് വെച്ചത്. ഒരു ഇല മുഴുവനായിട്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ പകുതി ആയാലും അത് വേറൊരു വ്യത്യസ്തമായൊരു മണം തരും. അപ്പോൾ എല്ലാം മൂത്ത് തുടങ്ങി, നല്ലൊരു മണം, വ്യത്യസ്തമായ മണമാണ്. ഇനി വേണ്ടത് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഏതാണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ, വലിയ സ്പൂൺ,
അതുപോലെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ. എല്ലാം കൂടി ചേർന്ന് വ്യത്യസ്തമായ മണമൊക്കെ വരുന്നുണ്ട്. എല്ലാം കൂടി ചേർന്ന് സമ്മിശ്രമായ മണമാണ്. എല്ലാം വ്യത്യസ്തമായ മണം എല്ലാം കൂടി ചേർന്ന് വരുന്നത്. ഇനി ഒരു 4, 5, 6 പച്ചമുളക് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മൂക്കട്ടെ. ഇനി കുറച്ച് കറിവേപ്പിലയാകാം. അപ്പോൾ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും മൂത്തു. പച്ചമുളകൊക്കെ വാടി തുടങ്ങി, നല്ല മണം. ഇനി സവാള, 3 വലിയ സവാള. നീളത്തിനുള്ള കഷ്ണം ഞാൻ പറഞ്ഞെങ്കിലും ഹാഫ് സ്ലൈസസ്, അതായത് 2ആയിട്ട് ഇങ്ങനെ കുറുകെ മുറിച്ചിട്ട് നീളത്തിന് മുറിക്കാം. അപ്പോൾ ഹാഫ് ചന്ദ്രക്കലയുടെ പകുതി, അങ്ങനെ ആ ഷേപ്പിൽ. അതാണ് കുറച്ചുകൂടി എളുപ്പം. ഒരു 3 വലിയ സവാള. അപ്പോൾ വാടി വരുമ്പോൾ ഇത്രയൊന്നും ഉണ്ടാവില്ലല്ലോ, കുറയും. അപ്പോൾ എണ്ണ ഇച്ചിരി കൂടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് കളർ മാറി തുടങ്ങുമ്പോൾ നമ്മൾ തിരിച്ചു വരും. അതുവരെ വെയിറ്റ് ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ സവാളയുടെയൊക്കെ നിറം മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങി. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി എന്താ, ഒരു ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ആകാം. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുളക് പൊടി. ഞാൻ പിരിയൻ മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. പിരിയനാണെങ്കിൽ 1.5 വരെ ആകാം. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം പിരിയൻ മുളക് പൊടി. നോക്കിയിട്ട് നമ്മളുടെ എരിവ് എത്ര വേണോ അതനുസരിച്ച്. അപ്പോൾ മുളക് പൊടിയുടെ ഒരു പച്ച ചുവയൊക്കെ മാറണം. നമ്മളൊന്ന് നല്ല ചൂടായി കിടക്കല്ലേ, അന്നേരം തന്നെ ശരിയാവും. പിന്നെ ഇതിൽ പ്രധാനം എന്താണ്, ചിക്കൻ പീരയാണ്. അതുകൊണ്ട് തന്നെ തേങ്ങാപ്പീര ഏതാണ്ട് 2 കപ്പ് അളന്ന് വെച്ചതാണ്. 2 കപ്പ് തേങ്ങ ചിരകിയത്, അതും കൂടി ചേർക്കാം. നല്ല വ്യത്യസ്തമായ മണം വീണ്ടും വരുന്നു. തേങ്ങയും കൂടി അതിനെ കൂടിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നല്ലൊരു മണം. ഇനി എന്താ, ഇനി വീണ്ടും കുറച്ച് കറിവേപ്പില ആകാം അല്ലേ. കുറച്ച് കറിവേപ്പില ഇടയ്ക്കിടയ്ക്ക് ചേർക്കുമ്പോൾ നല്ല മണമാണ്. അപ്പോൾ ആദ്യത്തെ കറിവേപ്പിലയുടെ ഇഫക്റ്റ് കഴിഞ്ഞല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഒരു 3 ഇടത്തരം, അല്ലെങ്കിൽ വലുതായാലും കുഴപ്പമില്ല, ടൊമാറ്റോസ്. അങ്ങനെ ടൊമാറ്റോയും ചേർത്തു. ഇനി എന്താണ്, നമ്മൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ. ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കുറച്ചുകൂടെ ചെറിയ കഷ്ണമായാലും കുഴപ്പമില്ല. അങ്ങനെ ചിക്കൻ്റെ പീസസ് എല്ലാം ഇതിനോടൊപ്പം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്നും ചേർത്തില്ലല്ലോ ഇതുവരെ. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇച്ചിരി വേണം, ഇപ്പോൾ കുറച്ച് ചേർക്കാം, ബാക്കി വേണമെങ്കിൽ അവസാനം ചേർക്കാം നോക്കി. എന്തായാലും കഷ്ണങ്ങളിൽ പിടിക്കാനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞു. അരപ്പിലും കഷ്ണം, പിന്നെ പോരാത്ത ഉപ്പ് നമുക്ക് ലാസ്റ്റ് അവസാനം. ഇനി എന്താ പരിപാടി, ഇനി നമ്മൾ ഇച്ചിരി വെള്ളം, ഏതാണ്ട് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ വേകാൻ ആവശ്യമായ വെള്ളം. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വേഗത്തെ 1-1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്തായാലും ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ട്. അതൊക്കെ ഇറങ്ങി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പാത്രം അടച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കോഴിപ്പീരയുടെ അവസാന ഘട്ടത്തിലാണ്. കണ്ടില്ലേ, ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നൊരു പാകം. ഒരുപാട് ഡ്രൈ ഇനി ആവേണ്ട ആവശ്യമില്ല. ചാറിങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പാകം. ഇനി അവസാനത്തെ മിനുക്ക് പണി എന്താണ്, ലാസ്റ്റ് പെരിഞ്ചീരകം പൊടിച്ചത് ഒരു 3/4 ടീസ്പൂണും കൂടി ചേർക്കാം. അതും കൂടി ചേർക്കും. ആഹാ, ഇപ്പം മറ്റൊരു മണം, കുറച്ചുകൂടി വ്യത്യസ്തമായ മണം വരുന്നു. മസാലയുടെ ഐറ്റംസ് എല്ലാം ഇതിനകത്തുണ്ട് എങ്കിലും ഇനി തീ നമുക്ക് ഓഫ് ചെയ്യാം. ഒരല്പം വെളിച്ചെണ്ണയും, പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ലാസ്റ്റ്
ഒരു 1/2 ടേബിൾ സ്പൂൺ എന്ന് പറയാം. അതിനോടൊപ്പം കുറച്ച് ഫ്രഷ് കറിവേപ്പില അതും കൂടി ആകുമ്പോൾ പൂർത്തിയാവും. കണ്ടല്ലോ, അരപ്പെല്ലാം ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകം. നല്ല മണം. അങ്ങനെ നമ്മുടെ കോഴിപ്പീര ഇവിടെ റെഡി. ഇനി വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റിയാൽ മാത്രം മതി. അങ്ങനെ നമ്മളുടെ കോഴിപ്പീര ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല മണവും രുചിയുമുള്ള വളരെ നാടനായിട്ടുള്ളൊരു വിഭവം. ഇപ്പോൾ എന്തിൻ്റെ കൂടെ കഴിക്കാമെന്ന് ചോദിച്ചാൽ ഇതെല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. നല്ല ചമ്പാവരി ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ദോശയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിനേറെ ബ്രെഡിൻ്റെ കൂടെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ നാടൻ കപ്പ വേവിച്ചുണ്ടെങ്കിലും അതിമനോഹരമായിരിക്കും കോമ്പിനേഷൻ. വെറുതെ പുഴുങ്ങിയ കപ്പ, വേറൊന്നും വേണ്ട, ഉപ്പിട്ട് പുഴുങ്ങിയ കപ്പ. ഇതൊരു നല്ല കോമ്പിനേഷൻ. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. അത് ഒരു നാടൻ പലഹാരമാണ്. അപ്പോൾ നാടനിലേക്ക് നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു അരിയുണ്ടയാണെന്ന് പറയാം. അപ്പോൾ ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് തരിയുണ്ട. എന്താണ് ഈ തരിയുണ്ട? വളരെ സ്വാദാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. എന്തായാലും അതിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ചേരുവ തേങ്ങ തന്നെയാണ്. അപ്പോൾ തേങ്ങയാണ് നമ്മളുടെ ഇന്നത്തെ തീം. അപ്പോൾ നമ്മുടെ തരിയുണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ ചിരകിയത് 2 കപ്പ്, ചമ്പാവരി 1 കപ്പ്, ശർക്കര 1/4 കിലോ, നെയ്യ് 1 ടേബിൾ സ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ. അപ്പോൾ നമ്മളുടെ തരിയുണ്ട തയ്യാറാക്കി തുടങ്ങാം. ചേരുവകൾ വളരെ കുറച്ചേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അടുപ്പ് കത്തിക്കുക. പിന്നെ നമുക്ക് കുറച്ച് തരി വേണം. തരി എന്ന് പറയുമ്പോൾ എന്താ? അത് അരിപ്പൊടിയാകാം, അതിൻ്റെ തരിയാകാം, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? അതായത് ഇത് ചമ്പാവരി, നമ്മൾ ചോറ് വയ്ക്കുന്ന ബോയിൽഡ് റൈസ്, പുഴുക്കലരി എന്നൊക്കെ പറയില്ലേ, അതാണ് കാര്യം. അതൊരു 3/4 മുതൽ 1 കപ്പ് വരെ എടുത്ത് വയ്ക്കുക. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഡ്രൈ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് വറുത്തെടുക്കണം. അതായത് എണ്ണയിലൊന്നും അല്ല വറുക്കുന്നത്, വെറുതെ നമ്മളിങ്ങനെ വറുക്കാൻ പോവാണ്. നന്നായിട്ട് വറുത്ത് മൂപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അത് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ തരിതരിപ്പായിട്ട് ഒരു കുറച്ച് തരിയോടുകൂടി പൊടിച്ചെടുക്കുക. പൗഡർ മാതിരി ആകണ്ട, ടാൽക്കം പൗഡറിൻ്റെ അത്രയും ഫൈൻ പൗഡർ വേണ്ട, കുറച്ചുകൂടി തരിയുള്ള പൊടിയായിട്ട് പൊടിച്ചെടുക്കണം. അതാണ് നമ്മുടെ ഒരു പ്രധാന ചേരുവ. അപ്പോൾ ഇപ്പം എന്തായാലും നമുക്കിതൊരു 1 കപ്പ് ചമ്പാവരി ഉണ്ട്, അത് ഞാനൊന്ന് വറുത്തെടുക്കട്ടെ. വറുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് പൊടിക്കാം. അപ്പോൾ അരി ഇങ്ങനെ വറുക്കുന്നതിനനുസരിച്ച് ഇവിടെ മുഴുവൻ പുകയാണ്, ഇങ്ങനെ പൊട്ടി 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 വരും. നമ്മുടെ അരി ഇങ്ങനെ മൂക്കുന്നതിനനുസരിച്ച് പൊട്ടുന്ന ശബ്ദം നമുക്കിങ്ങനെ കേൾക്കാം. അതിങ്ങനെ മലര് പോലെ എന്ന് പറയാം, ഇങ്ങനെ പൊട്ടുന്നു. കംപ്ലീറ്റ് ഇങ്ങനെ വിടർന്ന് വരുന്നില്ല, എങ്കിലും എല്ലാം പാകത്തിന് മൂക്കുന്നു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പാകത്തിന് മൂത്ത് കഴിഞ്ഞാൽ ഒരല്പസമയം തണുക്കാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മിക്സി ഉപയോഗിച്ചൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ആ സ്റ്റേജിൽ ഇനി കാണിച്ചു. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ, ഞാൻ തീ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കും. പൊടിച്ചെടുത്തിട്ട് ബാക്കി കഴിയും. അപ്പോൾ നമ്മുടെ തരിയുണ്ടയുടെ പ്രധാന ഭാഗമായ തരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ചമ്പാവരി വറുത്ത് പൊടിച്ചതാണ്. ഭയങ്കര പൗഡർ ഫോം ആയിട്ടില്ല, എങ്കിലും കടിക്കരുത്, അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ പൊടിയണം. എന്നാൽ ഇനി അടുത്ത് എന്താണ്? ഈ ശർക്കര ഉരുക്കണം. അടുപ്പ് കത്തിക്കുക, പാത്രം വെച്ചു. ഇത് ഒരു 1/4 കിലോ ശർക്കരയുണ്ട്, ഏകദേശം 2 കപ്പ്. ചീകി എടുക്കുമ്പോൾ 2 കപ്പ് എന്ന് പറയാം. അപ്പോൾ ഇത് 2 കപ്പ് ശർക്കര ചീകിയത്. അത് ഉരുക്കാൻ ആവശ്യമായ വെള്ളം. ശർക്കര ഒന്ന് ഉരുകട്ടെ. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉരുകി കയ്യിൽ ഒട്ടുന്നൊരു പാകമായിട്ട് വരണം. ഒരുപാട് അഴുക്കുള്ള ശർക്കര ആണെങ്കിൽ ഉരുക്കിയിട്ട് നമ്മളൊന്ന് അരിക്കണം. അരിച്ചിട്ട് വീണ്ടും പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ചുകൂടെ ഒന്ന് കുറുകി കയ്യിലേക്ക് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒരു നൂൽ പാക് വരെ ആകണമെന്നില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങയും 2 കപ്പ് അളന്ന് വെച്ചു. അപ്പോൾ 2 കപ്പ് ശർക്കര ചീകിയത്, 2 കപ്പ് തേങ്ങ ചിരകിയത്. പിന്നെന്താ, ഇത് നമ്മൾ ഏകദേശം 1 കപ്പ് ചമ്പാവരി വറുത്ത് പൊടിച്ചു. അപ്പോൾ ഏതാണ്ട് ഒരു 1 കപ്പും ഇച്ചിരി കൂടെ ആണെങ്കിലും കുഴപ്പമില്ല. അത് വറുത്ത് പൊടിച്ച് വരുമ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 1.25-1.5 കപ്പോളം നമ്മൾ വെച്ചേക്കുക. അപ്പോൾ 1.5 കപ്പ് റെഡിയാക്കി വെക്കുക. ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. നമ്മുടെ ചേരുവകളുടെ കൂട്ടത്തിൽ റെഡിയാക്കാം.
എന്തായാലും ശർക്കരയിൽ ഇച്ചിരി അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചിട്ട് വീണ്ടും പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മളത് കുറുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഏതാണ്ട് അലിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് അരിച്ചു മാറ്റാം. എന്നിട്ട് വീണ്ടും പാത്രത്തിലേക്ക് തിരിച്ചൊഴിച്ചിട്ട് കുറുക്കിയെടുക്കാം. നല്ല സ്റ്റിക്കിംഗ് ആയിട്ട് ഒരു കയ്യിൽ ഒട്ടുന്ന ഒരു പാകത്തിന് കുറുകി വരണം. അങ്ങനെ നമ്മൾ ഉരുക്കി അരിച്ച ശർക്കര ഞാൻ വീണ്ടും ആ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ ഇനി വീണ്ടും അടുപ്പിൽ വെച്ച് ഇങ്ങനെ തിളപ്പിക്കും. അപ്പോൾ ഇങ്ങനെ കയ്യിലൊട്ടുന്നൊരു പാകമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് ഈ 2 കപ്പ് തേങ്ങാ ചിരകിയതും ചേർക്കും. എല്ലാം റെഡിയാണ്. പെട്ടെന്നാകും. ഇത് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉരുക്കിയ ശർക്കര ഒന്ന് ടൈറ്റായി തുടങ്ങി, ഇങ്ങനെ കുറുകി വരുമല്ലേ. അപ്പോൾ ഒരു സ്റ്റിക്കിങ് എന്ന് വെച്ചാൽ ഒരു നൂൽ പാകമല്ല, എങ്കിലും നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടുന്നൊരു പാകമായി കഴിയും. ഇതിലേക്ക് തേങ്ങ ചിരകിയത് 1 കപ്പ്. അപ്പോൾ തേങ്ങയിൽ കുറച്ച് ഈർപ്പമുണ്ടാവുമല്ലോ, ആ ഈർപ്പം ഒന്ന് പിടിക്കണം. ആ ഈർപ്പമൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ വീണ്ടും കുറച്ച് വെള്ളം പോലെയാകും. ഈ ശർക്കരയുടെ ആ ഒരു കുറുകൽ ഒന്ന് കുറയും. പക്ഷെ സാരമില്ല, ഇനി ഇതൊന്നുകൂടി ഒന്ന് ടൈറ്റായി തുടങ്ങും. തേങ്ങയുടെ വെള്ളം ഒന്ന് വലിഞ്ഞ് ശർക്കര കുറച്ചുകൂടി ഒന്ന് ടൈറ്റാകും. ആ സമയത്താണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ തരി, അതായത് ചമ്പാവരി വറുത്ത് പൊടിച്ച തരിയും കൂടി ചേർക്കണം. കുറേശ്ശെ ചേർത്ത് നമുക്ക് കറക്റ്റ് അത് ടൈറ്റ് ആകുന്ന അത്രയും. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് ഏലക്കാ പൊടിയും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. നല്ല മണം വരട്ടെ. അപ്പോൾ നാടൻ മധുരത്തിനെല്ലാം നമ്മൾ എന്താ ചേർക്കുന്നത്? നാടൻ മധുര പലഹാരങ്ങൾക്ക് കൂടുതലും ഏലക്ക തന്നെ. അങ്ങനെ ഏലക്കാപ്പൊടിയും ചേർത്തു. ഇപ്പോൾ ദേ തേങ്ങയുടെ ഈർപ്പമൊക്കെ പോയി തുടങ്ങുന്നു. കുറച്ച് ടൈറ്റ് ആകാൻ തുടങ്ങുന്നൊരു സമയം. വീണ്ടും ഇങ്ങനെ ഒട്ടുന്നൊരു പാകമായിട്ട് വരണം. ഇത് കുറച്ചുകൂടെ കുറുകണം, അതാണ് അതിൻ്റെ ഉദ്ദേശം. വെള്ളമൊക്കെ പോയി കുറച്ചൊന്ന് ഡ്രൈ ആകണം. പാകമായി വരുന്നു. മുറുകാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ്. ഇനി തീ ഒരല്പം കുറച്ചിട്ട്, അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ അരിയുടെ തരി, വളരെ ഫൈൻ പൗഡർ അല്ലാന്നേ ഉള്ളൂ, പക്ഷെ നല്ല തരി, കുറച്ച് തരിയുള്ളൂ, കടിക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട്, അതായത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ടൈപ്പ് തരിയാണ് വേണ്ടത്. ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു 1.5 കപ്പ് തരി റെഡിയാക്കി വയ്ക്കുക. ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം നെയ്യും കൂടി ചേർക്കാം. വേണം, എത്ര ആവശ്യമനുസരിച്ചിട്ട് ഒരു 1-2 ടീസ്പൂൺ ആയാലും മതി. ഇനി ഒരല്പം തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ തരിയുണ്ട റെഡി. അപ്പോൾ ഒന്ന് തണുക്കട്ടെ. അപ്പോൾ നമ്മുടെ തരിയുണ്ടയുടെ കൂട്ട് ഇവിടെ ഏതാണ്ട് തണുത്തു. കയ്യിൽ എടുക്കാൻ പറ്റുന്നൊരു പാകം. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ഉരുളകൾ ഉരുട്ടിയെടുക്കാം. ഒരു ചെറു ചൂടോടുകൂടി എടുക്കണം. കുഞ്ഞുരുളകൾ, ചെറിയ എന്താ പറയുക, വലിയ നെല്ലിക്ക അങ്ങനെ പറയാം. ചെറിയ നാരങ്ങയെക്കാട്ടി എളുപ്പം വലിയ നെല്ലിക്ക, അതായിരിക്കും നല്ലത്. ആ ഷേപ്പ് അത്രയും. പിന്നെ ഇത് കംപ്ലീറ്റ് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കാം.
എല്ലാം റെഡിയായി കഴിഞ്ഞു. ഈ അളവിൽ നിന്നും ഏകദേശം 25 ഉരുളകൾ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഉണ്ടാസ്. അപ്പോൾ എന്തായാലും തയ്യാറാക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. പിന്നെ അരി വറുത്ത് പൊടിച്ച് ചേർക്കുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുട്ടിൻ്റെയൊക്കെ മാവ് വറുക്കുമ്പോൾ അതിൽ കുറച്ച് തരി കിട്ടുമല്ലോ, അതൊന്നുകൂടി മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് നല്ല മൂക്കുന്ന രീതിയിൽ ഒന്നുകൂടി ഒന്ന് വറുത്തിട്ട് ചേർത്താലും മതിയാവും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ നാടനായിട്ടുള്ള ഒരു കോഴി പീരയാണ്. പിന്നെ രണ്ടാമത് കാണിച്ചതാണെങ്കിലും വളരെ നാടനായിട്ടുള്ള ഒരു തരിയുണ്ട്. അപ്പം നാടൻ പലഹാരവും നാടൻ ഒരു ഇറച്ചി. അപ്പോൾ എന്തായാലും 2 വിഭവങ്ങളും പരീക്ഷിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.